മസനഗുഡിയിൽ നിന്ന് ഞങ്ങളിപ്പോ ഫുഡ് അവിടെ നിർത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ കഫേ കോഫി ഡേ ഉണ്ട്. ഈ കാടിനകത്ത് ഒരു കഫേ കോഫി ഡേ. ഇന്ന് ഞങ്ങൾ ഇപ്പൊ കേറുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു കോഫിയൊക്കെ കുടിച്ച്. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ചോറുണ്ടതേ ഉള്ളൂ, അതുകൊണ്ട് ഇനിയും കേറുന്നില്ല. ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പോകാന്ന് വിചാരിച്ചു. എന്റെ പൊന്നെ, ഇവിടുത്തെ വ്യൂ ഉണ്ട്, എന്ത് രസമാന്ന് നോക്കിയേ. ഇതാണെന്ന് തോന്നുന്നു നീലഗിരി മലനിരകൾ. കണ്ടോ, ഫുള്ള് ഫോഗ് അടിച്ചു കിടക്കുന്നേ. ഞങ്ങളിപ്പോഴും കാട്ടില്ല നിൽക്കുന്നത്. റോഡ് കിടക്കുന്നുണ്ടോ, എന്ത് രസമാന്ന് നോക്കിയേ. വേറെ ലെവല് സാധനം. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒരു വട്ടമൊക്കെ ഇതിലേക്ക് പോകണം, എന്നാലേ ഒരു രസം കൊള്ളൂ. എന്ത് രസമാണ് ഇതൊക്കെ. ഇതൊക്കെ ടി വിയിലും റീൽസിലും ഒക്കെ കാണുമ്പം നമുക്ക് ഇത്രയും ഒരു ഫീൽ ആകത്തില്ല. ഇവിടെ വന്നു കഴിയുമ്പം അടിപൊളിയാണ്. ചെറിയ മഴച്ചാറ്റിലും പിന്നെ ആ മലയിലൊക്കെ ഫുള്ള് ഫോഗൊക്കെ അടിച്ച് ഫുള്ള് എന്ത് തുമ്പിയാണ് പറക്കുന്നത് നോക്കി ഇതിലേക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് മസനഗുഡിയിലെ റീൽസിലൊക്കെ കാണുന്നൊരു പാലമില്ലേ, ആ പാലത്തിൻ്റെ അവിടെയാണ്. അങ്ങോട്ട് പോയി അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഊട്ടിക്ക് പോകണം. എങ്ങനെയുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം? അടിപൊളിയല്ലേ. ഇതാണ് ഊട്ടിക്ക് പോകുന്ന മെയിൻ റൂട്ട് ഇതിൽ. അടിപൊളി, എന്ത് രസമാണെന്ന് നോക്കിയേ. ചെക്കപ്പ് നോക്കിയടാ, റോഡും കറ്റം കാണുന്നുണ്ടോടാ? എവിടെ കാണുന്നു? ഓ അടിപൊളി. അപ്പുറത്ത് നല്ല നീല കളർ. ഇതാണോ നീലഗിരി എന്ന് പറഞ്ഞ? ഫുള്ള് നീല കളറാണല്ലോ. ഞാൻ അടിക്കുന്നില്ല, അവിടെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിയതാണ് ഹമ്പ്. ഒരാളെ ക്യാമറ പിടിക്കാൻ കൊടുത്തതാ. റോഡ് കുലുങ്ങുമ്പോ എനിക്ക് അവിടത്ത് പിടിച്ചോണ്ടിരിക്കും. ചക്കം തിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇരുന്ന് മര്യാദക്ക് പിടിക്കാം. അവനെ പിടിച്ചാൽ മടി ചക്കം ഇരിക്കണ്ടേ? നോക്കിയ ചക്കുപ്പി, ഇതൊക്കെ കാണു നീ. ഇങ്ങനൊക്കെ സ്ഥലമുണ്ട്. ബാംഗ്ലൂരിലുള്ള ആ കെട്ടിടം മാത്രമല്ല. നമുക്ക് എന്ത് രസം നോക്കിയേ. വല്ലപ്പോഴും കാണാൻ പറ്റത്തുള്ളൂ, വേണമെന്ന് നോക്കിയോ. എപ്പോഴൊന്നും വരാൻ പറ്റൂല, പൈസ വേണ്ടേ. മഞ്ഞപ്പൂക്കളും പച്ച ഇലകളും മരവും മലയും പോകും. ചെറിയ മഴയും കൊണ്ടുവന്നത് നൈസായിരുന്നു അല്ലേ? ശരിക്കും കാടാണോടാ? പക്ഷെ അവിടെ വീടുണ്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു അല്ലേ പൊതുവെ? കഴിഞ്ഞില്ല, ഇനിയും ആകാൻ ഇനി ഇറക്കം ഇറങ്ങുന്നതായിരിക്കും മറ്റേ സ്ഥലം. പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം ആളായിരിക്കും അവിടെ അല്ലേ? ദൂരം തുമ്പിയാന്ന് നോക്കി. നമ്മുടെ മല നോക്കണം. തുമ്പിയാണോ കാണുന്നത്? നീ മല കാണുന്നില്ല? മല കാണുന്നില്ല ഇത്ര വലുത്. ഈ മലയാണോടാ നമ്മൾ കേറി പോണ്ടിയേ? നമ്മൾ ഈ മലയുടെ മണ്ടേ പോടാ. ചെലപ്പോ വാക്കെടുത്ത് അങ്ങേറ്റത് ചേർക്കാൻ പറയത്തില്ല. ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഊട്ടി അല്ല, മസനഗുഡിയിലെ വൈറൽ പാലം ഇപ്പൊ കാണാം. ഇപ്പഴാണ് ഈ ഇറക്കിറങ്ങി ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റുന്ന താഴത്തെ സ്ഥലമാണ് അദ്ദേഹത്തിന്. കഴിഞ്ഞ വർഷം അവിടെ കുരങ്ങൻ കയറി കണ്ണാടി പിടിച്ചു. എന്ത് രസം. 3:30 ആയതുള്ളൂ, പക്ഷെ ഒരു 5:30 രസം. അതില് വേറെ സ്ഥലത്ത് കൂട്ടി പോകും. 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഇരുട്ടാവുമല്ലോ. നമ്മൾ അവിടെ എത്താൻ ഇനി ഒരു 5-5:30 ആവും ഇല്ലടാ? നീ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല. എങ്ങനെ പോവും? ഓ, നമ്മുടെ വൈറൽ പാലം എത്തിക്കോ. ഭാഗ്യം ഗായ്സ്, ആരുമില്ല ഗായ്സ്. ഓ പൊളിച്ച്. ആരുമില്ല. ഈ ഫസ്റ്റ് തുടക്കത്തില് വണ്ടി നിർത്തിക്കോ. ഇവിടെ വണ്ടി നിർത്താൻ എന്ത് പറ്റി? ആരും ഇവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നു. ഇവിടെ നിർത്തുന്നില്ലേ?
നിർത്താൻ പറ്റും. നീ നിർത്തി നോക്ക്. അപ്പൊ അയാള് പോകാൻ പറയണ ഇപ്പൊ. വണ്ടി നിർത്താൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? അതാണ് ഇവിടെ പോലീസുകാരെ നിർത്തുന്ന. ഓ അത് നിർത്തി അയാൾ പൊക്കണം പറഞ്ഞാ പോയാ പോരായിരുന്നോ? അവിടെ മേളില് നിൽക്കണം ഒരു പോലീസുകാര്. ഇവന്മാര് നിർത്തില്ല. ചോദിച്ചാലോ ഇവരോട് അവിടെ വണ്ടി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്ന്. പോലീസാണോ എന്തോ? തിരിച്ച് നമുക്ക് നടന്നു പോകുന്നു. ഇതിപ്പം ടൈഗർ റിസർവ് ആക്കിയത് പിന്നെ അവിടെ ആ പാലത്തിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ അലൗഡ് അല്ല. നേരത്തെ ഞങ്ങൾ പണ്ട് വന്നപ്പോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഈ പ്രാവശ്യം അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല. നിർത്തിയാൽ അങ്ങനെ വൈകാൻ തുടങ്ങി. മേലെ വന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല പറ്റില്ല. പിന്നെ ഇപ്പം ഇങ്ങോട്ട് കയറി വരുന്നതിന് ഇ പാസ് വേണ്ട. ഞങ്ങളിപ്പോ അവരോട് ചോദിച്ചപ്പോ ഇ പാസിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞാനവിടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സൈറ്റ് ഡൗൺ ആയി കിടക്കുമായിരുന്നു. അപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതങ്ങനെ ക്ലിയർ ആയി. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ ഹെയർ പിൻ അടിക്കാൻ പോവാണ്. ഇനി എത്ര ഹെയർ പിൻ ഉണ്ടെന്ന് ഇവിടെ കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷെ മേളിലൂടെ പക്ഷെ ഇവിടെ നിർത്താൻ പറ്റില്ല. എന്താ ടൈഗർ റിസർവർ ആയതുകൊണ്ട് അല്ലേ? ഇവിടെ അല്ല, താഴെ. നീലഗിരിക്കാരുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വരാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്. അപ്പൊ പകുതി വരെ പോയതിന് ഇപ്പൊ കേറാൻ വയ്യെങ്കിൽ അവൻ തിരിച്ചിറങ്ങി പോകാൻ പറ്റൂലേ? അവനെ മൊത്തം ഇറങ്ങി. ചിലപ്പോ മേളിൽ നിന്നുള്ളവരെ ഇറക്കി വിടുന്നതായിരിക്കും. ചിലപ്പോ ഇവിടൊക്കെ കേറിയിട്ട് ചിലപ്പം തിരിച്ച് കയറി ഇറങ്ങി പോകുന്നതിനും കാണുമായിരിക്കും. അങ്ങനെ നമ്മള് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഊട്ടിക്ക് പോയിട്ടുണ്ടോ? പക്ഷെ അത് സ്കൂളിൽ നിന്ന് മറ്റേ ടൂർ പോകുമ്പോഴാണ്. 6ാം ക്ലാസ്സിൽ പോയതാണോ പറഞ്ഞേ? ഞാൻ പ്ലസ് 1 പ്ലസ് 2 എല്ലാം പോയതായിരിക്കും ഈ കാര്യം പറയാൻ. വണ്ടികളൊന്നും വേറെ ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് പോയല്ലേടാ. ഹെയർ പിൻ ഒന്നും ആയിട്ടില്ല. മേളിൽ എവിടെ ഒരെണ്ണം ഫസ്റ്റ് കാണുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ തുടങ്ങുന്നതായിരിക്കും. ചക്കുപ്പി ചുരം കയറി പോയിട്ടുണ്ട്. ആ ചക്കുപ്പി എത്ര ചുരം കയറി? വയനാട്ടിലെ ചുരമൊക്കെ കയറി. താമരശ്ശേരി ചുരം പോയിട്ടുണ്ട്. പിന്നെ ഏതാ നാടുകാണി ചുരം പോയിട്ടുണ്ട്. നന്ദി ഹിൽസിലെ ചുരം. നന്ദി ഹിൽസിൽ കൊറേ 2-3 ഹെയർ പിൻ. ചെവിയൊക്കെ കൊട്ടി അടയ്ക്കാൻ തുടങ്ങി അല്ലേ? നമ്മുടെ മറ്റേ ചുരം ഏറ്റവും വലിയ ചുരം നമ്മള് പോയതില്ല. ചെവി അടഞ്ഞ ചക്കു ചക്കു പാറ തുറന്നിട്ട് റോഡ് ഉണ്ടാക്കി കണ്ട. ആക്സിഡന്റ്സ് ഓൺ സ്ലോ. സ്റ്റാർട്ടിങ് മേപ്പോട്ട്. സേ നോ ടു. ആ സൈഡിലെ ബാരിക്കേഡ് ഉണ്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നേ. ഏത് സൈഡില്? ആ സൈഡില് ഹെയർ പിൻ ബെൻഡ്. വണ്ടി വരുന്നുണ്ടോ? 36 എണ്ണം ഉണ്ട് കേട്ടോ. 36 എണ്ണം ഉണ്ട്. അയ്യോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടായി. അങ്ങനെ 36 എണ്ണത്തില് ഒരെണ്ണം കഴിഞ്ഞു. ഇപ്പം ഇതെന്നെ വേണോ മുത്തുവേ? ഓണടിക്കും മുത്തു. നീ ഓണടിച്ചു. 34ാമത്തെ കഴിഞ്ഞു. 36-ൽ 34 കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ താഴെ നല്ല ഇവരെണ്ണീക്കുന്നത്. മേളിൽ താഴോട്ടാണോ? മേളിൽ നിന്നാണ് വിട്ടടിച്ച് വരുന്നതാണെങ്കിൽ ഒരു ചാട്ടം ചാടി താഴെ പോയി പകുതിക്ക് വെച്ച് കെട്ടി വെച്ചേക്കുന്നത്. എനിക്കൊന്ന് മേളിൽ താഴോട്ട് ഇറങ്ങി ഇവിടെ എല്ലാം ഇവര് നിപ്പുണ്ട്. ചെക്ക് പോസ്റ്റുകാർ നിപ്പുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും നിർത്താൻ പറ്റത്തില്ല കേട്ടോ. എങ്ങോട്ടാ വഴി? മേപ്പോട്ടല്ലാണ്ട് എങ്ങോട്ടാ? ഓണടിക്കുമ്പോ നീ എന്നാ കാട്ടാ? മുളകും തിരിയോടാ. നമ്മുടെ വണ്ടി എഴുത്തല കയറി പോന്നറിയും. ഇത്രയും കുത്തനെ കയറ്റാ കണ്ണാടി വെളിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിട്ട്. ഇത് എത്രാമത്തെയാടാ? അവിടെ നമ്പർ എഴുതിയിട്ടില്ല. നമ്പർ എഴുതിയിട്ടില്ല. എനിക്ക് ഒക്കെ എങ്ങനെയാ തിരിച്ചു വരുന്നത്? ഇത് പകുതി വരെ കേറി പോയിട്ട് ഇറങ്ങി പോകുന്നവരാന്ന് തോന്നുന്നു.
അങ്ങ് ടോപ്പിൽ പോകുന്നവരല്ലേ ഇത്. അല്ലേ? അതാരാ? നീലഗിരിക്കാരുടെ ലൈസൻസ് അല്ലല്ലോ KA കിട്ടുന്നത്. അത് നീലഗിരിന്ന് പറഞ്ഞ സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ടോ? ഇപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ബാംഗ്ലൂർ ജയനാറല്ലേ ലൈസൻസ് തന്നെ. ഓ അങ്ങനെ. അല്ല നമുക്ക് ഓൾ ഇന്ത്യ അല്ലേ? എന്റെ അല്ല നിന്റെ. ഓൾ ഇന്ത്യ അല്ലേടാ അത്? ഓൾ ഇന്ത്യ പക്ഷേ അത് എടുത്തേക്കുന്ന സ്ഥലമായിരിക്കും വെള്ളച്ചാട്ടം കലക്ക വെള്ളം. എന്നോ കലങ്ങി മറിഞ്ഞുള്ള വെള്ളമാടാ വരുന്നേ. വീഡിയോ എടുത്തില്ലല്ലോ ഇവിടെ. ഫോണിന്റെ അകത്ത് എടുത്താലോ? ഇനി അടുത്ത വരും കാണാം. എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണോ ഇങ്ങനെ എടുക്കണോ? ഇങ്ങനോ? തിരിച്ച് ക്യാമറ ഓൺ ആക്കുക. എന്നിട്ട് അത് 60 ആയിരിക്കും നടക്കുന്നത്, അത് 30 ആക്കി. അതെവിടെ? പെണ്ണുങ്ങളൊക്കെ ഓടിച്ചോണ്ട് വരുന്നുണ്ടോ മുത്തു? മുത്തുവേ, പെണ്ണുങ്ങളൊക്കെ ഓടിച്ചോണ്ട് പോകുന്ന കണ്ടോ മുത്തു? ഞാൻ ഓടിച്ചോണ്ട് പോകും മുത്തു ഇങ്ങനൊക്കെ. അവിടെ മേളിൽ ക്ലിക്ക് ചെയ്തേ, വീഡിയോയുടെ അവിടെ മേളിൽ ക്ലിക്ക് ചെയ്ത്. അത് 30 ആണോ 60 ആണോ എടുക്കുന്നത്? മേളില് 30 ആക്ക്. ഇത് കണ്ടോ ചേക്കോ? ഈ ബാരിക്കേഡ് കണ്ടോ? മുത്ത് വീഡിയോ ഇങ്ങനെ എടുക്കണോ ഇങ്ങനെ എടുക്കണോന്ന് ഞാൻ ചോദിച്ചു. നേരെ ഇങ്ങനെ പിടിച്ച് ഷോർട്സ് ഒക്കെ എടുക്കുന്നതിന്റെ എടുക്കണോ? ഇപ്പൊ എടുക്കണ്ടായല്ലോ. വെള്ളച്ചാട്ടം ആണെങ്കിൽ ചല്ല വെള്ളമാ. ചക്ക് ഇവിടെ ഇരുന്നോ? ചിലതിനൊന്നും നമ്പർ ഇല്ല തോന്നല്ലേ. അതുകൊണ്ട് എത്രാമത്തെ ഇപ്പൊ ഇറങ്ങിയെന്ന് കേറുന്നേന്ന് അറിയത്തില്ലല്ലടാ. കേ ഒക്കെ തിരിച്ചു വരുന്നു. ഇതൊക്കെ മേളിൽ പകുതി കേയല്ലോ. ഇപ്പൊ 27-ാമത്തെ ആണോ നമ്മള് കേറുന്നേ? 36 എണ്ണത്തിൽ 27-ാമത്തെ അല്ല, മേളിന്നാണോ നമ്മളിപ്പോ എത്ര എണ്ണം കേറിയെന്ന് എങ്ങനെ അറിയാം? ഈ മുമ്പേ പോലെ 36 കണ്ടോ? ഈ മുമ്പേ പോലെ ആയിട്ടുണ്ട്. ഡോക്ടറാണോ? അത് ഡോക്ടറിന്റെ വണ്ടിയാ. ഇവിടൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നാണല്ലോ, അപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നു, ചിലപ്പോ അവര് മാറ്റി കാണും. കാരണം ഇപ്പൊ അവിടെ താഴെ ഇല്ല 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 ഫോൺ അടിക്കും മാത്രമല്ല. ഫോൺ അടിക്കണമെന്ന് അവിടെ വെണ്ടയ്ക്ക് അശ്വത എഴുതി വെച്ചേക്കണം. വണ്ടിയില്ലല്ലോ, എന്ത് ഓൺ അടിക്കണം? എനിക്ക് എങ്ങനെ ഓൺ അവരറിയുന്നേ? ബൈക്കേ പോന്നവർക്ക് സുഖം അല്ലേടാ. ഉമ്മാരെന്തോ ഇങ്ങനെ നിർത്തി പോന്നെ? താങ്ക്സ് പറഞ്ഞായിരുന്നു. എന്തിനു? അതിന് അമ്മർക്ക് സ്പീഡിൽ പോകത്തില്ലായിരുന്നു. അവിടെ നിർത്തി കൊടുക്കണം. മേളിൽ ഇറങ്ങി വരുന്നോ? ചക്ക ഇപ്പൊ പാട്ടിട്ടല്ലേ, നമുക്ക് ഫോൺ അടിച്ചാ കേക്കത്തില്ല. വെള്ളം കുടിച്ചു വണ്ടി വെച്ചാ ഇവിടെ എന്തോ എളുപ്പമല്ലേ? മേടി നിറങ്ങി വരുന്നതല്ലേ നമുക്ക് പോകാം. കാണത്തില്ല ആ സൈഡ് എനിക്ക്. എന്താ ചക്ക? താഴത്തെ പുറകെ വരുന്നത് നല്ല ബോധമുള്ളതാണ്. എന്താ കൈ കാണിച്ചു? അപ്പൊ നമ്മുടെ ഓണറി കേട്ടിട്ടാണോ? സിംഹവാലം കുഴങ്ങൻ തേണ്ട അല്ല, സാധാരണ കുഴങ്ങന.
കാരറ്റും തിന്നുണ്ട്. നമ്മുടെ ഓണടി കേട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ക്യാരറ്റോ? നീ അല്ലോ ഓണടി ഫോൺ അടിക്കണമെന്നുണ്ട് അകത്തെ തന്നെ എഴുതി വെച്ചേക്കുന്നു. ഞാനെന്താ അറിയത്തില്ല ഫോൺ അടിക്കുന്നത്. മുമ്പിൽ നിന്ന് വണ്ടി എല്ലാം വന്ന പെട്ടെന്ന് മുമ്പേ കണ്ടായിരുന്നോ? ഡോക്ടറാണല്ലോ. കണ്ടാ പറയത്തില്ല. അവിടെ ചരക്കണോ? നേഴ്സാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കണ്ടാ പറയും. പുളി. താങ്ക് യു. ബുദ്ധിമുട്ടയോ? മുതുമലൈ ടൈഗർ റിസർവോയർ കഴിഞ്ഞു. ആ ഇപ്പൊ നീലഗിരി കയറുക. ഓ ഇതെന്തോ താഴെ കൊക്കയാ. എന്തായിരിക്കും പേടിപ്പിക്കാതെ. ഇതൊക്കെ ഇവിടുത്തെ വണ്ടിയാണ്. ഇതെല്ലാം ഇവിടുത്തെ വണ്ടിയാണ്. അവർക്കൊക്കെ എന്ത് രസമായിരിക്കും ഇവരുടെ ഇതൊക്കെ കണ്ട് മടക്കുക അല്ലേ? താഴോട്ട് ഇതിലെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. ആ കാറിന് പുറകെ വേറെ ഒരുത്തണ്ടായിരുന്നല്ലോ. അയാൾ ഓൺ അടിക്കുന്നില്ല ഇപ്പൊ. എന്റെ കേബിള് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ എന്റെ ഫോൺ കിട്ടറിയാം. ചക്കട്ടോ ചക്കട്ടോ പാച്ചിടോ. ചെവി അടന്നോടാ. പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഫോൺ അടിച്ചാ കേക്കണ്ടേ? അച്ഛൻ്റെ ചെവി അടിഞ്ഞോ ചോദിച്ചേ? ചെവി അടഞ്ഞാ? ഇല്ല. ഇങ്ങനെ താഴേന്ന് കേറി ഇപ്പൊ നീ തുറക്കണ്ടാക്കാൻ ജനൽ. നീ വീഡിയോ എടുക്കുന്നത് കൈ വെച്ചേക്കോ തന്നെ വെച്ചോ. ഞാനത് ചുമ്മാ വെച്ചേക്കോ. ഞാനത്താ വെള്ളച്ചാട്ടം അങ്ങോട്ട് ചക്ക തിളക്കല്ലേ. എടാ അത് ഇളക്കല്ലടാ. ഓൾറെഡി 1000 ഇട്ടേക്കുന്ന സാധനമാണ്. അപ്പച്ചൻ നമുക്ക് ഇട്ടോ. ഏതപ്പച്ചു? ഡോക്ടറുകളോ ഇത്ര പെല്ലൊക്കെ വന്നെ മുട്ട. ഹാർപ്പില്ല. കടപ്പ് പോയി. ആ ഡോക്ടറിന് മുമ്പിൽ ഒരു വണ്ടിയിൽ ഒരു കൊച്ചും വന്ന്. അടിയിലോ? ആ വണ്ടി ഓടിക്കുന്ന ആടെയോ? ആ അഗ്ലിന് നല്ല ഒരു ആണി ഉരിക്കുന്നുണ്ട് ആ അടിയുടെ മതിയില്. ഈ കാറൊക്കെ എന്തോ ഈ സൈഡ് ചേർത്ത് വരുന്നേ. ഹമ്പടിക്കാൻ വേണ്ടി ചാടി വരുന്ന ആ വരുന്ന വരവിന് ഹമ്പടിക്കാൻ വേണ്ടിട്ട് അവര് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പുള്ളി അതിനകത്ത് ചാടാതെ ആ പുറകെ വന്നവൻ അതിന്റെ അകത്ത് കൂടെ കയറി. എന്താ മഴ അവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? നമുക്ക് നിർത്തണ്ടാടാ. അപ്പൊ എന്തുവാടെ മഴ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ആ മരത്തിന് മണ്ടയ്ക്ക് ഒരുത്തൻ കയറി നിക്കുന്നു പുറയില്. ഇപ്പൊ നമ്മൾ നിർത്താൻ പോയ പുറയിലുള്ള വണ്ടിക്കാര് മൊത്തം കയറി വിളിക്കും. കാരണം വളവ് തിരിഞ്ഞു കയറി വന്നപ്പോ ടാക്സിക്കാരൻ കൊണ്ടുവന്നില്ല. മേലില് വണ്ടിയുണ്ടോ വണ്ടി? ഊട്ടിയിലെ വീട് കണ്ടോടാ. എവിടെ? ഇവിടെ കാണുന്നത് എന്തോടെ ഈ ഒരു ചെടി? ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീലഗിരി ചുരം കയറുന്ന ഫുള്ള് വീഡിയോ ആണ്. വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ടോ അവിടുന്ന്? എന്തോടെ ഇവിടെ ചെക്ക ഉണ്ടോ? പ്ലാസ്റ്റിക് ഫ്രീ സോൺ. ഇവിടെ ചെക്കിങ് ഉണ്ട്. ഇവിടെ ചെക്കിങ് ഉണ്ട്. എനിക്കൊന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നവര് എന്തോന്നും എന്താ MLA വരുന്നുണ്ട് ഇവിടത്തെ. അതുകൊണ്ട് പുറകിൽ MLAയുടെ വണ്ടിയുണ്ട്. പഞ്ഞു കണ്ടോ? എന്തോടെ ഇറക്കി വിടത്തില്ലേ? വേറെ നിർത്തി നോക്കാൻ പറ്റില്ല പോലീസ്. നീ എന്താ പോകാത്ത? ഈ വണ്ടി അല്ലേ ഈ സൈഡിൽ കൂടെ? ഈ സൈഡിൽ കൂടെ വണ്ടി കയറി ചോദിച്ചു. അങ്ങനെ എന്തോ കണ്ടിട്ടല്ലേ പേടി വരുന്നേ. ആ ചെക്ക് പോസ്റ്റ് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് കലങ്ങി മറിഞ്ഞ വെള്ളമാ വരുന്നേ അറിയോ?
ഇതാരവിടെ രണ്ടുപേരും മുത്ത് താഴോട്ട് നിൽക്കേ എടുക്കാൻ പറ്റുമോ? താഴെ ഒരു കുന്ന് എന്തൊരു മരമൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തിയിട്ടല്ലോ. ഓ വേണ്ട പോ. ഹണ്ടർ ബൈക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ റിസോർട്ടുകളാണ് ഇവിടെ കുന്നേലൊക്കെ കാണുന്നത്. എന്ത് മരം വളഞ്ഞിരിക്കുന്ന ആ എന്ത് മരമാണ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ മൊത്തം കുരുവാണല്ലോ അതില്. ഈന്തപ്പഴം കൂടെന്തോ അവിടെ വണ്ടി വരുന്നുണ്ട്. ആ ഉണ്ട് ഉണ്ട്. നമുക്കൊന്ന് ലൈറ്റ് ഇട്ട് വന്ന് ആ ഗ്ലാസ്സിനകത്ത് കാണാതെ വൃത്തി ലൈറ്റ് ഇടുന്നു. അവിടെ 13 കഴിഞ്ഞവേ എന്തോ അടിപൊളി ബൊഗൈൻവില്ല ചെടി. ഇവിടെ വ്യൂ പോയിന്റ് ആണ്. ചുമ്മാ അങ്ങ് നിർത്തിയേക്കും കളവന്മാർ. വണ്ടി മൂട്ടി കയറ്റിവിട്ടാൽ എല്ലാം മേലിൽ വണ്ടി ഇങ്ങനെ കാണാൻ ഇവിടെട്ടാലോ? വേണ്ട പോ വിട്ടു. ഇനി അവിടെ നിർത്താൻ പോയ ഇത് എന്തുണ്ടായിട്ട് മലനിര കാണാൻ പറ്റും. ഒന്നും കാണാൻ പറ്റത്തില്ല. അവിടെ നടന്നു പോകണം. ഇവിടെ ഗ്ലാസ്സില്ലോ. ഇവിടെ എല്ലാവരും മുമ്പ് കുഴങ്ങ് വന്നപ്പോ കയറ്റിട്ടു. അതല്ല ആ മിററില്ലെന്നാ പറഞ്ഞു. വണ്ടി വരുന്നുണ്ട്. ചെവി മൊത്തം അടഞ്ഞു പോയി ഗൈസ്. 11 കൂടെ ഉണ്ട്. ഇത് മേളിലെന്തോ എല്ലാരും നിർത്തിയിട്ടേക്കുന്നത്. കട എന്തോ നമുക്ക് പോകാം. നമുക്ക് ഇവിടെ കയറേണ്ട ആവശ്യമില്ല. ഓട്ടി നമുക്ക് വേണ്ടല്ലോ. രണ്ടുപേരും മത്സരിച്ച് ചക്കു അങ്ങനെ ഞങ്ങൾ നീലഗിരിയിലെത്തിരിക. ഇവനെന്ത് വേണം? ഇവന്റെ സ്കൂളിൽ നമ്മള് ABCD പഠിപ്പിക്കാൻ വിടുവാണോ അതോ വല്ല മന്ത്രം പഠിപ്പിക്കാൻ വിടുവാണോ? ആ വീട്ടിൽ വന്ന് ABCD പറയുന്ന കേൾക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഊട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ എത്തിയിരിക്കുന്നു. അയ്യോ എന്തൊരു യൂക്കരുടെ മണം അല്ലേ? നല്ല യൂക്കറില്ല. നമുക്ക് ഊട്ടിയിലെ വീടുകൾ കണ്ടു. ഇവിടെ തോന്നു എനിക്കിനും വയ്യ. തനിക്കിനും വഴി കാണിക്കും. അയ്യ എന്റെ മുന്നിൽ പോയി അങ്ങ് സുഖിച്ച് എന്നെ കയറ്റി വിട്ടിട്ടുള്ള വണ്ടികളെല്ലാം ഇനി ഇവിടുന്ന് ഒരു 10 ഹെയർ പിന്നുകളുണ്ട്. അതുകൂടെ കഴിഞ്ഞാല് ഞങ്ങൾ മേളിൽ പോകണം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നൈസല്ലേ കാണാൻ. ഇവിടെ മൊത്തം ഫോട്ടോഷൂട്ടാണ് കണ്ട. ഞങ്ങൾ ഇവിടെ നിർത്തി. ഇനി ഞങ്ങൾ കയറി പോണ ഗായ്സ്. എന്നാ പിന്നെ പോട്ടെ. ക്യാമറയ്ക്കകത്ത് ആ സൈഡ് കാണാൻ പറ്റുന്നില്ലേടാ? അടിപൊളിയല്ലേ? ഇവിടുത്തെ വീടൊക്കെ ഉണ്ടോ? പള്ളി ഉണ്ടോ? പച്ചക്കളർ പള്ളി ഉണ്ട്. ഇത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പച്ച കളർ പള്ളിയുണ്ട്. മുസ്ലിംസിന്റെ മോസ്കാരിക്കും പള്ളിയുണ്ട്. ആ മേളിൽ ആ മലയുടെ മണ്ടയ്ക്ക് ഒരു അമ്പലം. ചക്കു അടങ്ങിയിരിക്കുന്ന എന്തോടെ എല്ലാരും ഈ ബോണ്ട് പൊക്കി വെച്ചേക്കുന്നേ. താഴെ നിന്ന വണ്ടിയിലും ഇത് പൊക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ടൈം കയറി. നമ്മുടെ വണ്ടി എന്താ സെക്കൻഡ് കയറി പോകുന്നു. അപ്പം
ഇവിടെ ജിംബ്രൂ എന്ത് ഇവര് ഓൺ അടിക്കണം നമ്മളെ അങ്ങ് എല്ലാരും ഓൺ അടിച്ചങ്ങ് ഇതാക്കും. എടാ ഇതെന്തോടെ ഒരു വയലറ്റ് കളറിലെ പൂ നല്ല രസമുണ്ട് കാണാൻ. ചെമ്പരത്തി പൂ. പക്ഷെ ചെമ്പരത്തി പൂ അല്ല, സൂര്യകാന്തി പൂവിന്റെ വയലറ്റ് ഉണ്ട് ഇവിടെ മാത്രമേ കിളിക്കത്തുള്ളായിരിക്കും. തന്നെ ചേച്ചി കൊണ്ടിട്ടൊന്നുമില്ല മറ്റേ ചെടി. പൂവില്ല, കായില്ല, കൊട പോലെ. ഒരു 3 മാസത്തോളം ആ ഒരു നിപ്പ് നിന്നിട്ട്. 3 അല്ല അതിൽ കൂടുതൽ. എന്നാ 1 വർഷമായി കാണല്ലേ? 1 വർഷത്തോളം അങ്ങോട്ടൊരു നിപ്പ് നിന്നിട്ട് ആ പെട്ടെന്ന് കളഞ്ഞ പോയി. അവരുടെ ഏതും പോയി. ഇവിടെ ചായക്കടയായിരുന്നു ഇത്. ഒരു പള്ളി. ഇത് വേറെ പള്ളിയാണല്ലോ, നമ്മൾ മുമ്പ് കണ്ട പള്ളിയാണോ? അവർ ലേഡി ഓഫ് മാതാവിന്റെ നാമത്തിലുള്ള പള്ളി. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ പഞ്ചക്കുട്ടനെ കൊണ്ട് ഇത്രയും ഹെയർപിൻ അടിച്ചു ഇല്ലേ? അല്ല മറ്റേതൊക്കെ എത്ര ഇത്രയൊന്നും ഇല്ല. അത് പക്ഷെ നല്ല വീതിയുള്ള റോഡാ. ഇതൊരു വീതി ഇല്ലല്ലോ. ഇവിടെ വെള്ളം പോകാം കേട്ടോ. ഹെയർപിൻ ബെൻഡ് എത്രാമത്തെ അടി? ഇനി 7 എണ്ണം കൂടെ. 7 എണ്ണം കഴിഞ്ഞു വരുമ്പോഴത്തെയാണോ? ഇനി 7 ഹെയർപിനോടുണ്ട്. ഓ നല്ല തണുപ്പ് ഇവിടെ. എന്ത് ഇയാൾ ഇങ്ങനെ പല്ല പോന്നെ? ഞങ്ങൾ പോകും. ഇയാളെ മുന്നിൽ പോകുന്ന എന്തോ നല്ലത്. ഇയാളെല്ലാം പെല്ലയാ പോകുന്നത്. എന്താ മതിയായേ? ചക്കുപ്പി മഞ്ഞ് തുടങ്ങി. ഗ്ലാസ് മറ്റേ എന്താ വെള്ളം വീഴാത്ത? എന്താ വെള്ളം വീഴാത്ത? മഞ്ഞുവെള്ളം. മഞ്ഞുവെള്ളോ? രാത്രി ആട്ടെ. രാത്രി വരെ തണുത്തു പോകുന്നു. അതുകൊണ്ട് നീല വയലറ്റ് പൂക്കൾ മേളിന്ന് വെള്ളം വരുന്നു. ആ പൂക്കള് നോക്കിക്കേ, ഫുള്ള് ആ മലയുടെ മടങ്ങി ഫുള്ള് ആ പൂക്കള്. ഈ വീഡിയോ മൊത്തത്തിൽ ഞാൻ എടുത്തിരും. ആരും കണ്ടില്ലൊരു കാര്യമില്ല, ഞാൻ ഇടയ്ക്കിരിക്കുന്നത് കാണും. ശരി, ഇനി നമ്മൾ എപ്പോ വരാനാ ഊട്ടിയിൽ? ഓ നോക്കടാ, നോക്കടാ, ഇങ്ങനൊക്കെ സ്ഥലമുണ്ട്. കണ്ടോ നീ? എങ്ങനുണ്ട്? പൊളിയാണോ? പൊളിയാണോ? സൂപ്പർ. ചക്കുന് ഊട്ടിയിൽ വരാൻ താല്പര്യമില്ലായിരുന്നു. ചക്കുന് മൂകാംബിക പോയാൽ മതിയായിരുന്നു. ഇതാണോ അടിപൊളി അതോ മൂകാംബിയാണോ? അത് വെള്ളത്തെ കളിക്കാനല്ലേ? അവിടെ വ്യൂ പോയിന്റ്. അവിടെ എന്തൊരു നമുക്ക് ചായ കുടിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ ഇത്രയും മല കയറി വന്നല്ലേ ചായ കുടിക്കാൻ. എല്ലാരും വണ്ടി എല്ലാം അവിടെ നിർത്തിയിട്ടേക്കോ. ഇനി എവിടെ വണ്ടി? എന്നാ പിന്നെ പോ, വേറെ ഇത് കാണും. ഇവിടെ നിർത്താൻ പോണോ? ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കടയുണ്ട് ഈ വ്യൂ പോയിന്റിന്റെ ഇവിടെ. അവിടെ ഞങ്ങൾ ചായയും ഒരു 2 മുട്ട ബജിയും മേടിച്ചു. നേരെ ഇവിടെ കഴിച്ചുകൊണ്ട് ഇവിടെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ വഴിയാണ് ഞങ്ങളിപ്പോൾ കയറി വന്നത്. ഇത്രയും പൊക്കത്ത് വന്നിട്ട് ഞങ്ങൾ 2 ചായ മേടിച്ചു, പിന്നെ മുട്ട ബജി, ചായ, മുട്ടയുടെ ബജിയാ. എന്തൊരു സ്ഥലം നോക്കി, എന്ത് രസം കാണാൻ. ചക്കുപ്പി കണ്ടോ? ചക്കുപ്പിക്ക് തണുപ്പടിക്കായിരിക്കും വേണ്ടി ചെവിയിൽ മറ്റേ ഹെഡ്സെറ്റ് പോലെ സാധനം വെച്ചിട്ടുണ്ട്. അമ്മൂസ് കൊണ്ട് പുറകെ കഴിക്കുന്നു. അങ്ങനെ അമ്മൂസിന്റെ അടുത്തോട്ട് പോയതാ അല്ലേ കുപ്പി? എന്തിനാ ഒട്ടോച്ച് കഴിക്കാൻ? തന്നെ എന്തിനു നീ കഴിച്ചല്ലേ? നീ കഴിച്ചില്ല? ചക്കു കഴിച്ചില്ല. ചക്കുണ്ട് ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ മനുഷ്യൻ ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് തന്നെ കൊള്ളാം. മസാല ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് റൂമിലോട്ട് പോവാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ചായയും ബജി, അതെ, സ്നാക്സും ചായയും കുടിച്ചു. പിന്നെ ഞങ്ങളിനി തിരിച്ച് റൂമിലോട്ട് പോവാം. റൂം എവിടെ നിന്ന് പോയി കണ്ടുപിടിക്കണം. ഇവിടുത്തെ
വ്യൂ കാണിച്ചായിരുന്നോ? ഇവിടെയൊക്കെ വ്യൂ കാണിച്ചു. നല്ല രസമില്ലേ? ഭയങ്കര തിരക്കായി ഇപ്പോൾ കടയിലാണ് കണ്ട. കളിക്ക പഞ്ചക്കുണ്ണൻ കാണിച്ചു. ഹായ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകണം ഗൈസ്.